നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായിട്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി. പ്രധാനമന്ത്രി എന്നിട്ട് ഉജ്ജ്വല യോജനയുടെ ഉപഭോക്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് ചായ കുടിച്ചത്. ഈ ചായക്കിപ്പോൾ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിലും ചായ കുടി പലപ്പോഴും ഒരു കപ്പ് കാപ്പിയിലൂടെയോ ചായയിലൂടെ ആയിരിക്കും പല കാര്യങ്ങളും ഈ മഞ്ഞുരുകി മാറുന്നത്. പക്ഷേ ഇന്നലെ ചായ എടുത്തു വച്ചിട്ടും കുടിക്കാതെ നമ്മുടെ കാരണഭൂതൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു. മുഖം കടന്നൽ കുത്തിയ മാതിരി വീർപ്പിച്ച് കെട്ടി ഒറ്റ പോക്കായിരുന്നു. ഗവർണറും കാരണഭൂതനെ അത്ര മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. നന്നായിട്ട് അതിന് പകരം കൊടുക്കുകയും ചെയ്തു കാരണഭൂതന്. അപ്പോൾ എന്തായാലും നോക്കണേ, ഇപ്പോൾ രാജ്യത്ത് നടന്ന മറ്റൊരു ചായ കൂടി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഈ ഒരു ഉപഭോക്താവിൻ്റെ ഉജ്ജ്വല യോജനയുടെ ഉപഭോക്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് ചായ കുടിച്ചത്. പാചകത്തിനായി വിറകും കൽക്കരിയും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഗ്രാമീണർക്കും ദരിദ്രർക്കും LPG സിലിണ്ടറുകൾ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പരമ്പരാഗത പാചകവാതകങ്ങളുടെ ഉപയോഗം ഗ്രാമീണ സ്ത്രീകളുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അയോധ്യയിലെ ഇടുങ്ങിയ തെരുവുകളിൽ വൻ ജനക്കൂട്ടമാണ് നരേന്ദ്രമോദിയെ വരവേറ്റത്. നരേന്ദ്രമോദി 2 അമൃത് ഭാരത് 6 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. കൂടാതെ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനവും UPയിലെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടയിലും നിർവഹിച്ചു. ഇനിയിപ്പോൾ ജനുവരി 22-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തിയത്. മോദിയെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് സ്വീകരിച്ചത്. ക്ഷേത്രത്തിലേക്ക് റോഡ് ഷോ ആയിട്ടായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചത്. റോഡുകളെല്ലാം അലങ്കരിച്ച് മോദിക്ക് ഗംഭീര സ്വീകരണമാണ് UPയിൽ ഒരുക്കിയിരുന്നത്.